ഒരു പ്രത്യേക അഡിക്ഷൻ. നല്ല രസമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എനിവേ സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് സിംഗിൾ ഹാൻഡിൽ ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റും. എന്താ നോക്ക്, കണ്ടില്ലേ? സിംഗിൾ ഹാൻഡ് ഓപ്പൺ, സിംഗിൾ ഹാൻഡ് ക്ലോസ്. കയ്യിൽ നിന്ന് തെറിച്ച് പോയാൽ നല്ല സങ്കടം ഉണ്ടാകും, അതുകൊണ്ട് സൂക്ഷിക്കുക. സോ ഇതാണ് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ലക്ഷറി, സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ലക്ഷറി ഫോണായ സാംസങ് ഗാലക്സി Z Flip 4. പിന്നെ ഒരു ഫ്ലിപ്പ് ഫോൺ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓൾറെഡി അൺബോക്സ് ഒക്കെ ചെയ്തു. സോ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന അൺബോക്സിങ് ഒരു ഫേക്ക് അൺബോക്സിങ് ആണ്. എനിവേ ഞാനെല്ലാം ബോക്സ് കണ്ടന്റ് ഒക്കെ കാണിച്ചു തരാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോ. സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ മെലിഞ്ഞ ബ്ലാക്ക് ബോക്സ്. ഫസ്റ്റ് തന്നെ ഫോണാണ്, സ്റ്റഡി മെറ്റീരിയൽ, ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആൻഡ് ഫൈനലി സിം ടൂൾ. സോ ഈ ഒരു ഫോൺ ബോക്സിൽ ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മളത് ഫസ്റ്റ് ടൈം എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് അല്ലേ, യെസ്, അൺഫ്ലിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട്, കംപ്ലീറ്റ് കൺഫ്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇതിന് ചുറ്റുമുള്ള മെറ്റൽ ഫ്രെയിം ആണെങ്കിലും ബാക്കിലുള്ള ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓവറോൾ, പിന്നെ ആ വെയിറ്റും, ബാക്കിലുള്ള ഹിഞ്ച് ഓബ്വിയസ്ലി മെറ്റലാണ്. ആ ഹിഞ്ചിൻ്റെ മേളിൽ സാംസങ്ങിൻ്റെ ഒരു എൻഗ്രേവ്ഡ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചാൽ വേറെ ഒരു എഴുത്തും ഒരു ബ്രാൻഡിങ്ങും ഇല്ല. വളരെ ക്ലീൻ ലുക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബാക്കിൽ ഗ്ലാസ് ആണ് ഓബ്വിയസ്ലി, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. 187 ഗ്രാം ആണ് വെയിറ്റ്, 6.9 mm ആണ് തിക്നെസ് അൺഫോൾഡ് ചെയ്യുമ്പോൾ. സോ അത്യാവശ്യം സ്ലിം ഫോണാണ്, നല്ല സ്ലിം ഫോണാണ്. അണ്ടർ 7 mm ആണ് വരുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തിക്നെസ് വാരി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെയുള്ള തിക്നെസ് കുറച്ചും കൂടി ഉണ്ട്, ഇവിടെ കുറവാണ്. ഓക്കെ, കാരണം ഇടയ്ക്ക് ആ ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ മിക്കവാറും ഈ നെക്സ്റ്റ് പതിപ്പൊക്കെ വരുമ്പോൾ സാംസങ് ഇതിൻ്റെ ഗ്യാപ്പ് ഒക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയ്ക്കണം ആക്ച്വലി. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫോൺ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ, മോസ്റ്റ്ലി ലേഡീസാണ് ഇത് കുറച്ചും കൂടി ലേഡീസിനാണ് ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഫോം ഫാക്ടർ ആണോ അതോ ആ ഒരു കളറാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ലേഡീസിനാണ് കൂടുതൽ ഇത് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. എനിവേ ഈ ഒരു ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ബോറ പർപ്പിൾ ഇന്ന് നാക്ക് അത്യാവശ്യം കുഴയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എനിവേ സോ ബോറ പർപ്പിൾ അതാണ് ബേസിക്കലി ഈ ഒരു കളർ. പിന്നെ ഗ്രഫൈറ്റ്, അതായത് ഒരു ബ്ലാക്ക് വേരിയൻറ്റ് വരുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് പിങ്ക് ഗോൾഡ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് കളർ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓൺലി ത്രൂ സാംസങ് വെബ്സൈറ്റ്. ഓക്കെ, ആമസോൺ ത്രൂ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫോൺ IPX8 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്. ചില വീഡിയോസിൽ ഇത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു, അത് തെറ്റാണ്. ദിസ് ഇസ് ഓൺലി വാട്ടർ റെസിസ്റ്റൻറ്റ്. കാരണം ലോജിക്കലി ഈ ഒരു ഫോണിൽ ഒരുപാട് മൂവിങ് പാർട്സ് ഉണ്ട്. ഓക്കെ, സോ ഈ ഹിഞ്ചിൻ്റെ ഇവിടെയൊക്കെ പൊടിപടലങ്ങളൊക്കെ കയറി ചെന്നാൽ പിന്നെ ഹിഞ്ച് മെക്കാനിസത്തിന് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഡസ്റ്റ് പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫാണ്. ഒരു ഫോൾഡബിൾ ഫോണിൽ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു ഫ്ലിപ്പ് ഫോണിലും വാട്ടർ പ്രൂഫ് റേറ്റിംഗ് കൊടുത്തിട്ടില്ല. സോ അതിനുവേണ്ടി തംസ് അപ്പ്. ഒരു നാനോ സിമ്മിന് വേണ്ടിയുള്ള സ്ലോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. സെക്കൻഡറി സിം ഇസ് ഇ സിം. സോ നിങ്ങൾക്ക് 2 സിം ഒരുമിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഇ സിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഡൗട്ടായിരിക്കും ഇതിൻ്റെ ആ ക്രീസ് എത്രമാത്രം വിസിബിൾ ആണ്, നല്ലോണം വിസിബിൾ ആണോ, അതോ നമ്മൾ കണ്ടൻറ്റൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് ആ കണ്ടൻറ്റിലേക്ക് അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ടോ, അതാണല്ലോ ഏറ്റവും വലിയ ഡൗട്ട്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, എനിവേ ഈ ഫോണിൽ 2 ഡിസ്പ്ലേസ് ഉണ്ട്. ഉള്ളിലുള്ള മെയിൻ ഡിസ്പ്ലേ, പിന്നെ പുറത്തുള്ള കവർ ഡിസ്പ്ലേ. ഫസ്റ്റ് നമുക്ക് ഉള്ളിലുള്ള മെയിൻ ഡിസ്പ്ലേ നോക്കാം. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഫോൾഡബിൾ ഡൈനാമിക് ആമോലെഡ് 2x പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. പുറത്തുള്ള കവർ ഡിസ്പ്ലേ 1.9 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് പാനലാണ്. അതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉള്ളിലുള്ള മെയിൻ ഡിസ്പ്ലേ ഉണ്ടല്ലോ, പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. നോ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ. കാരണം ഇത് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇതിലേക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് തോന്നുന്നു ഇപ്പം തൽക്കാലം അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇപ്പം വന്നിട്ടില്ല. സാംസങ് നോർമലി ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ ഗാർഡും സ്ക്രീൻ പ്രൊട്ടക്ടറും ഒന്നും തരാറില്ല. ഇവിടെ തന്നിട്ടുണ്ട്, അതെടുത്ത് കളയരുത്. ഞാൻ നോർമലി എടുത്ത് കളയാറുണ്ട്, ഏതെങ്കിലും ഫോണാണെങ്കിൽ എടുത്ത് കളയും. സാംസങ്ങിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്. കളേഴ്സ് ആണെങ്കിലും കോൺട്രാസ്റ്റ് അതൊക്കെ എടുത്ത് കാണുന്നുണ്ട്. സോ അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്പ്ലേൻ്റെ ഒരു കളർ കാലിബ്രേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ നല്ലോണം ഫീൽ ആവുന്നുണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ബ്രൈറ്റ്നസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. S22 അൾട്രയുടെ ലെവലുള്ള ആ ഒരു മാക്സ് ബ്രൈറ്റ്നസ് ഇല്ലെങ്കിലും ഇനഫ് ആണ്. ഔട്ട്ഡോർ ഇൻഡോർ യൂസിന് വേണ്ടിയൊക്കെ ഇനഫ് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നീളമുള്ള ഫോണാണ്. ഓക്കെ, വീതി കുറവാണ്, പക്ഷേ അത്യാവശ്യം നീളമുണ്ട്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഈസ് 22:9. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ബട്ടൺസ് ഒക്കെ നല്ല ദൂരെയാണ്.
സോ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. സോ അത്യാവശ്യം ദൂരെയാണ്. ഇത് ക്ലോസ് ആയിരിക്കുമ്പോൾ നല്ല രസമാണ് യൂസ് ചെയ്യാനൊക്കെ, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷേ ഓപ്പൺ ആയിരിക്കുമ്പോൾ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് റീച്ച് ആണ്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ അത് കാണാനുണ്ട്. സോ ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഫീച്ചർ നെറ്റ്ഫ്ലിക്സിൽ കൊടുത്തിട്ടുണ്ട്. വൈഡ് 1 L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിൽ ഈസിലി 1080p വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു ക്രീസിനെ കുറിച്ച് സംസാരിക്കാം. സോ ക്രീസ് ആക്ച്വലി വിസിബിൾ ആണോ? ക്രീസ് വിസിബിൾ ആണ്, ഈസിലി കാണാൻ പറ്റുന്നുണ്ട്. അതായത് അത് ഇങ്ങനെ തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി എസ്പെഷ്യലി നമ്മൾ ഈ ഒരു പോർട്രേറ്റ് മോഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് സർഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുമ്പോഴൊക്കെ അത് അത്യാവശ്യം നമുക്ക് അറിയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ലൈറ്റ് കളർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ അത്രയും നോട്ടീസബിൾ അല്ല. ബ്ലാക്കിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂട്യൂബിലും പിന്നെ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഇങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്, അവിടെ വിസിബിലിറ്റി കുറച്ചും കൂടി കുറയുന്നുണ്ട്. ഡിസ്പ്ലേൻ്റെ വിസിബിലിറ്റി അല്ല, ക്രീസിൻ്റെ വിസിബിലിറ്റി കുറയുന്നുണ്ട്. സോ അവിടെ അത്രയ്ക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈസിലി അത് ഫീൽ ആവുന്നുണ്ട്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ജോയിൻറ്റ് നമുക്ക് ഈസിലി ഫീൽ ആവുന്നുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നാറില്ല, കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. സോ തീർച്ചയായിട്ടും ആ സംഭവം ഉണ്ടാവും. ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ സാംസങ് ഈ ഒരു ക്രീസ് കുറയ്ക്കാൻ നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറത്തുള്ള കവർ ഡിസ്പ്ലേ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു നല്ല ആനിമേറ്റഡ് കളർഫുൾ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, ലൈവ് വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാം, മെസ്സേജുകൾക്ക് ക്വിക്ക് റിപ്ലൈ കൊടുക്കാം, കാലണ്ടർ, അലാം, വെതർ പോലുള്ള വിഡ്ജറ്റ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം യൂസ്ഫുൾ സംഭവമാണ് തീർച്ചയായിട്ടും. ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. S22+ അല്ലെങ്കിൽ S22 അൾട്രയുടെ ആ ലെവലിലുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നില്ല, പക്ഷേ സ്റ്റിൽ ഓക്കെ ആണ്, ഡീസൻറ്റ് ഓഡിയോ ഔട്ട്പുട്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഡീസൻറ്റ് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കാതെ സൈഡ് മൗണ്ടഡ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കവർ സ്ക്രീൻ ഉണ്ടല്ലോ, പുറത്തുള്ള സ്ക്രീൻ, അത് ചിലപ്പോഴൊക്കെ അൺലോക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് കുറച്ചും കൂടി യൂസ്ഫുൾ. ഫ്ലിപ്പ് 4ൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡും 12 മെഗാപിക്സലിൻ്റെതാണ്. ഓക്കെ, സോ ഈ രണ്ട് ക്യാമറകൾ മാത്രമേ വരുന്നുള്ളൂ. 4K 60 FPS റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 10 മെഗാപിക്സലിൻ്റെതാണ്. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടും. അതായത് കളേഴ്സ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, സാംസങ്ങിൻ്റെ ഒരു ടിപ്പിക്കൽ പ്രോസസ്സിംഗ്, ഒരു ബാലൻസ്ഡ് പ്രോസസ്സിംഗ് ആണ് വരുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ അല്ല. ചെറിയ രീതിയിലുള്ള ഒരു സാംസങ്ങിൻ്റെ ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് നടക്കുന്നുണ്ട്. എന്നാലും വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയത്. നല്ല ഡൈനാമിക് റേഞ്ച് ആണ്. ആ സ്കൈൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ല. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസും അടിപൊളിയാണ്. സോ ആ ഒരു പ്രൈമറി ക്യാമറ ആൻഡ് അൾട്രാവൈഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കളർ ഷിഫ്റ്റ് ഒന്നും നമുക്ക് നോട്ടീസ് ആവുന്നില്ല. ആ ചെറിയൊരു ഡിസ്റ്റോർഷൻ എന്തായാലും ഉണ്ട്, അൾട്രാവൈഡ് ക്യാമറയിൽ വരുന്നൊരു ഡിസ്റ്റോർഷൻ ആണ്. പക്ഷേ ആ കളേഴ്സും പിന്നെ ആ ഡൈനാമിക് റേഞ്ചും അതൊക്കെ വളരെ നല്ലോണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസും കിട്ടുന്നുണ്ട്. സോ ഒരു അൾട്രാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതായത് ഐഫോണിൻ്റെ പ്രീമിയം ഫോൺസ് അല്ലെങ്കിൽ S22 അൾട്രാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, വെറൈറ്റിയിൽ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ അൾട്രാവൈഡും മെയിൻ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. മാക്രോ ഫോട്ടോഗ്രാഫിക്കുള്ള സ്കോപ്പ് ഇല്ല. സെക്കൻഡ് പിന്നെ ടെലിഫോട്ടോ ലെൻസ്, പെരിസ്കോപ്പ് ലെൻസ് അങ്ങനെ ഒന്നും വരുന്നില്ല. നല്ലൊരു നൈറ്റ് പെർഫോമൻസും കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫോട്ടോ സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു എഫക്റ്റ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആ ഒരു ബിഫോർ നൈറ്റ് മോഡ് ആൻഡ് ആഫ്റ്റർ നൈറ്റ് മോഡിലുള്ള എഫക്റ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം വരുന്നുണ്ട്. ലൈറ്റും പിന്നെ ഷാഡോസും ഒക്കെ നല്ലോണം അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു നൈറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 4K 60 FPS ആണ് മാക്സിമം റിയർ വീഡിയോ പെർഫോമൻസ്. നല്ല കളേഴ്സും നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ 4K 60 FPS തന്നെ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. OIS ആൻഡ് EIS രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നല്ലൊരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ജിറ്റേഴ്സ് അല്ലെങ്കിൽ ഷേക്ക് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. സെൽഫി ക്യാമറയിൽ 4K 60 FPS അതും വിത്ത് സ്റ്റെബിലൈസേഷൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈയിടെ ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ സെൽഫി ക്യാമറയിൽ വരുമ്പോൾ 1080p 30 FPS ആണ് മാക്സിമം. സോ ഇവിടെ 4K 60 FPS വിത്ത് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല കളേഴ്സൊക്കെയാണ്. സാംസങ്ങിൻ്റെ സെൽഫി പെർഫോമൻസ് ആയതുകൊണ്ട് നല്ലതാണ്. S22 അൾട്രയുടെ സെൽഫി ക്യാമറ പെർഫോമൻസിൻ്റെ അത്രയും വരുന്നില്ലെങ്കിലും S22 പ്ലസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. S22 പ്ലസുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ് കമ്പയർ ചെയ്യാം. പിന്നെ റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഈ രണ്ടും വെച്ച് നമുക്ക് ഇതുപോലുള്ള ബൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. അതായത് സാംസങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബൊക്കെ വീഡിയോ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്, സെൽഫി ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും. പിന്നെ ഒരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് ചില എക്സ്ട്രാ ഫീച്ചേഴ്സും ചില എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കവർ സ്ക്രീൻ ഒരു ലൈവ് ഫീഡ് മോണിറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട്
നമുക്ക് ഈ ഒരു ബാക്കിലുള്ള സംഭവം ഉണ്ടല്ലോ, റിയർ ക്യാമറ, അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ സെൽഫീസും പിന്നെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈ ക്വാളിറ്റി റിയർ ക്യാമറ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സോ ട്രൈപോഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഔട്ട് ഓഫ് ദ ബോക്സ് പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കാരണം ഇപ്പം നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണ് വരുന്നത്. അതായത് 8+ Gen 1 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻഡ്രോയിഡ് ഫോൺസിലുള്ള ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് 8+ Gen 1. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതായത് നോർമൽ സോഫ്റ്റ്വെയർ പെർഫോമൻസ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിലും നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ആൻഡ് 1 UI 4.1 ആണ് കൊടുത്തിരിക്കുന്നത്. നോക്ക് സെക്യൂരിറ്റി സംവിധാനം ഒക്കെ വരുന്നുണ്ട്. സെക്യൂർ ഫോൾഡർ, NFC, സാംസങ് പേ എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നോ പ്രോബ്ലം. 10-16 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള 4 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റും പ്ലസ് 5 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പ്രോമിസും സാംസങ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് ചില ആപ്ലിക്കേഷൻ ഇതിനു വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ 90 ഡിഗ്രി ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ മേളത്തെ സ്ക്രീനിൽ യൂട്യൂബ് വീഡിയോ പ്ലേ ആവും. താഴെ നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് വായിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് ഒക്കെ കാണാം. വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. അതാ നമ്മളിങ്ങനെ വെച്ചാൽ മതി, എന്നിട്ട് മാറിയിരുന്ന് സംസാരിക്കാം. സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഡൗട്ടായിരുന്നു ഹീറ്റിംഗ് ഇഷ്യൂ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ തിൻ ഫോം ഫാക്ടർ, അതിനോടൊപ്പം തന്നെ ഫോൾഡബിൾ ആണ്. സോ ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അത്യാവശ്യം ഭയങ്കര ഹീറ്റിംഗ് ഒക്കെ കാണുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായ ഹീറ്റിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വാം ആവുന്നുണ്ട്. സ്പെഷ്യലി നമ്മൾ ഒരുപാട് നേരം ഞാൻ ക്യാമറ സാമ്പിൾസ് എടുക്കാൻ പോയിരുന്നല്ലോ. സോ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ക്യാമറ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഈ പോർഷനിലൊക്കെ ആ ഒരു വാംത്ത് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. 3700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോം ഫാക്ടറിൽ അത്രേ പറ്റുള്ളൂ. ആക്ച്വലി 3300 mAh ബാറ്ററി ആയിരുന്നു ഫ്ലിപ്പ് 3യിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബാറ്ററി ബാക്കപ്പും ബാറ്ററി കപ്പാസിറ്റിയൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടിയത്. 3700 mAh ബാറ്ററി ആണെങ്കിലും ഒരു ലൈറ്റ് മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ 1 ഡേ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. 25 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആൻഡ് 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബോക്സിൽ ചാർജർ വരുന്നില്ല. സോ അതിന്റെ ക്യാഷ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസ് കേൾക്കാൻ തയ്യാറാണോ? ഇതിന്റെ 8GB 128GB പ്രൈസാണ് 90,000 രൂപ. അതായത് 89,999 ആണ് പ്രൈസ്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് കൂടുതൽ കമൻ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുന്ന മറ്റ് ബ്രാൻഡുകളുടെ സൈഡിൽ നിന്നുള്ള ഫ്ലിപ്പ് ഫോണൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഫ്ലിപ്പ് ആൻഡ് ഫോൾഡിൻ്റെ ഫസ്റ്റ് ഡേ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലുള്ള ഫസ്റ്റ് ഡേ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 50,000 പേരാണ് ഫ്ലിപ്പ് ആൻഡ് ഫോൾഡ് പ്രീ ബുക്ക് ചെയ്തത്. സോ ഈ പ്രൈസ് പോയിന്റിലും ആൾക്കാർ വാങ്ങാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് സാംസങ് ഇത് കുറയ്ക്കുന്നത്? പിന്നെ സാംസങ് ഒരുപാട് റിസർച്ചും ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പ്രത്യേകതരം ഒരു ഫോണാണിത് തീർച്ചയായിട്ടും. ഓക്കെ, ഈ പ്രൈസ് പോയിന്റിൽ സ്പെഷ്യലി 90,000 റുപ്പീസിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഡിസ്പ്ലേ ഉള്ള ഫോണുണ്ട്. ഇതിനേക്കാളും ബെറ്റർ ചാർജിങ്, ഇതിനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ്, ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ള ഫോൺസ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി ഈ പ്രൈസ് പോയിന്റിൽ കിട്ടും. സാംസങ്ങിൻ്റെ ഫോൺ തന്നെയുണ്ട്. പക്ഷേ ആ പറഞ്ഞ ഒരു ഫോണിനും ഇങ്ങനെ ഫോൾഡ് ആവാൻ കഴിയില്ല. സോ അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ USP, അതായത് യൂണീക്ക് സെല്ലിംഗ് പോയിന്റ്. സോ നിങ്ങൾ ആ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിന്റിൽ എത്രമാത്രം സോൾഡ് ആണ് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, സോ ഈ ഒരു ഫോൺ അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഫോൾഡ് ഫോൺ വാങ്ങണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഓക്കെ, യുവർ വിഷ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.